അസ്സലാമു അലൈക്കും. ഭയങ്കര തിരക്കിട്ടൊരു ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് മോടി പിടിപ്പിച്ച് ഡെക്കറേഷനൊന്നും ഇല്ലാണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതായത് നമ്മുടെ പോത്തിൻ്റെ ബ്രെയിൻ ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പോത്തിൻ്റെ തല കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇതിനെ കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് വരെ വെച്ച് കൊടുക്കുക കേട്ടോ. വെറും നമ്മൾ ഇഞ്ചി പേസ്റ്റും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഇനി നമ്മൾക്ക് ഒരു നല്ല കുറച്ച് അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ഓയിൽ ഒഴിക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലത്. അതിലേക്ക് 1.5 ഉള്ളി, വലിയ ഉള്ളിയാണെങ്കിൽ 1 മതി കേട്ടോ. ഇപ്പോൾ ചെറുതാണെങ്കിൽ 1.5 ഉള്ളി, 2 പച്ചമുളക് കീറിയിട്ടതും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് വഴറ്റുന്ന സമയത്ത് തന്നെ, അതായത് ഒന്ന് ജസ്റ്റ് ഇതാകുമ്പോൾ വീണ്ടും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ കറിവേപ്പില നമ്മൾ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു തക്കാളിയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു പോത്തിൻ്റെ ബ്രെയിനാണ് കേട്ടോ ഉണ്ടായിരുന്നത്. 1 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റും അതേപോലെ തന്നെ 1 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂണ് നമ്മുടെ മുളക് പൊടി എന്നിവ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് കുരുമുളകും അതേപോലെ തന്നെ നമ്മൾ ബ്രെയിൻ മാരിനേറ്റ് ചെയ്തതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പുകയൊക്കെ വരുന്നുണ്ടെന്ന് വെച്ചാൽ വീട്ടിൽ വേറെയും പരിപാടി നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ചോറ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ ആവിയാണ് ഇങ്ങനെ ക്യാമറയിലേക്ക് തട്ടിയിട്ട് നിങ്ങൾക്ക് ഇതായിട്ട് കാണുന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ബ്രെയിന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട്, ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ വേഗം കുക്കായി കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ബ്രെയിൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. ഇനി ഇതിനെ വറ്റിച്ചെടുത്ത് പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും അതേപോലെ തന്നെ മല്ലിയിലയും കൊടുത്ത് നമുക്ക് കോരിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കണ്ട. പിന്നെ നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ നിഷ്വാന സൈനിങ് ഓഫ്. ബൈ. അസ്സലാമു അലൈക്കും.